അള്ളാഹുവിനെ നിഷേധിക്കുന്ന, സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളെ പരിഹസിക്കാൻ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും നമുക്കത് കാണാം. മതനിഷേധികളായിട്ടുള്ള, സൃഷ്ടാവായ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, സ്വന്തം മിച്ചക്കടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവരുടെ ആഭാസങ്ങൾക്കെതിരെ ഇസ്ലാമിന്റെ നിയമങ്ങൾ സംസാരിക്കുമ്പോൾ ഇസ്ലാമിനെ അപരിഷ്കൃത നിയമമെന്നും അപരിഷ്കൃതരായിട്ടുള്ള ആളുകളാണെന്നും പറഞ്ഞ് കളിയാക്കുന്നതും പരിഹസിക്കുന്നതും നാം കാണാറുണ്ട്. ഈ സമയത്ത് അവരെ നമുക്ക് ഓർമ്മിപ്പിക്കാറുള്ളത് എന്തായിരുന്നു? സത്യനിഷേധികളുടെ, അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളുടെ, ഇസ്ലാമിനെ കളവാക്കിയ പരിഹസിച്ച ആളുകളുടെ പര്യവസാനം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു നോക്കൂ, വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക് ഫഹാഖ ബില്ലദീന സഖറൂ മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. നിനക്ക് മുമ്പും നബിമാരെ അവർ കളിയാക്കിയിട്ടുണ്ട്, അവർ പരിഹസിച്ചിട്ടുണ്ട്. നീ നോക്കുക, അവർക്കെന്താണ് ആ പരിഹസിച്ച ആളുകൾക്ക് എന്താണ് ഉണ്ടായിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ അവർ പരിഹസിച്ചത് അതേ വിഷയത്തിൽ തന്നെ അവർക്ക് ബാധിക്കുകയുണ്ടായി. അവർക്ക് ശിക്ഷ അനുഭവിക്കുന്ന, നഷ്ടം വരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ സീറൂ ഫിൽ അർദ്, നബിയെ പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കുക, ഫുമൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, എന്നിട്ട് നിങ്ങൾ നോക്കി പരിശോധിക്കുക, നോക്കിക്കാണുക അള്ളാഹുവിനെ നിഷേധിച്ച സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കിക്കാണുക. അതെ, അല്ലാഹു തആല പറഞ്ഞ വാക്ക് എത്ര സത്യമാണ്. അല്ലാഹു തആല പറഞ്ഞില്ലേ, റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എന്ന് കുഫാറുകൾ കൊതിച്ചു പോകുന്ന സമയമുണ്ട് എന്ന്. കാഫിര്യങ്ങൾ കൊതിച്ചു പോകുന്ന സമയം, അതെ, അവരുടെ മരണം അവർ നേരിൽ കാണുന്ന സമയത്ത് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ, ദീനിനെ കളിയാക്കുന്ന ആളുകൾ അവർ കൊതിച്ചു പോകും, മുസ്ലിം ആയിരുന്നെങ്കിൽ. നാളെ പരലോകത്ത് ശിക്ഷ കാണുമ്പോൾ അവർ കൊതിച്ചു പോകും, മുസ്ലിം ആയിരുന്നെങ്കിൽ. നിങ്ങൾ എന്തെല്ലാം പരിഹാസം ഉന്നയിച്ചാലും, എന്തെല്ലാം കളിയാക്കൽ നടത്തിയാലും നമുക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് കത്തിജ്വലിക്കുന്ന നരകത്തെ കുറിച്ചാണ്. അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം, ആ കാഫിരീങ്ങൾക്ക്, കുഫാറുകൾക്ക് അവർക്ക് അല്ലാഹു ഒരുക്കിയിട്ടുള്ളത് കത്തിജ്വലിക്കുന്ന നരകമാണ്. ലാ യുഖ്വാ അലൈഹിം, അവർക്ക് അവിടെ മരണം വിധിക്കപ്പെടില്ല. ഫയമൂതു, അവർക്ക് വിധിക്കപ്പെട്ടിരുന്നെങ്കിൽ അവർക്കൊന്ന് മരിക്കാമായിരുന്നു, അതിനുപോലും അവർക്ക് സാധിക്കില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, അതിന്റെ ശിക്ഷയിൽ നിന്ന് ഒരംശം പോലും അല്ലാഹു അവർക്ക് കുറച്ചു കൊടുക്കുകയില്ല. കദാലിക നജ്സി കുല്ല കഫൂർ, അല്ലാഹു പറയുകയാണ്, അതുപോലെയായിരിക്കും ഓരോ കാഫിറിനും നാം ശിക്ഷ ഒരുക്കി വെച്ചിട്ടുള്ളത്, പ്രതിഫലം നൽകുക. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന കഫറൂ വമാതു വഹും കുഫാർ, നിഷേധിയായി ജീവിച്ച് നിഷേധിയായിക്കൊണ്ട് കാഫിറായിക്കൊണ്ട് മരിക്കുന്ന ഓരോരുത്തർക്കും ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർളി ദഹബ വലൗ ഇഫ്തദാ ബിഹി, പകരമായിക്കൊണ്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭൂമി നിറയെ സ്വർണം കൊണ്ടുവന്ന് തന്നാലും അത് അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഉലൈക ലഹും അദാബുൻ അലീം, അവർക്കതാ വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും, വേദനയേറിയ അവസാനമില്ലാത്ത ശിക്ഷ അവർക്കുണ്ടായിരിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാനും ഏതൊരു നിഷേധത്തിന്റെയും പരിഹാസത്തിന്റെയും മുമ്പിൽ ഏറ്റവും ധൈര്യത്തോടുകൂടി പറയാനുമുള്ള വാക്കാണ് ഈ പരലോകമെന്ന യാഥാർത്ഥ്യം.